ഹലോ, വെൽക്കം ടു അമ്മാസ് ഡയറി. നമുക്കിന്ന് 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കിയാലോ. ഒന്നാമതായിട്ട് നോക്കുന്നത് ഫീഡിങ് അല്ലെങ്കിൽ ഭക്ഷണം. 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഫോർമുല മിൽക്ക് മാത്രം കൊടുത്താൽ മതി. വെള്ളം പോലും പ്രത്യേകമായിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് വിശന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിൽക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ പാല് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വിശക്കാൻ തുടങ്ങുന്ന സമയം അമ്മമാർ അല്ലെങ്കിൽ അപ്പന്മാർ അല്ലെങ്കിൽ കൂടെയുള്ളവരെങ്ങനെയും മനസ്സിലാക്കണ്ടേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കൈയൊക്കെ ചിലപ്പോൾ വായിൽ ഇങ്ങനെ ചപ്പുന്നുണ്ടാവാം. കൈ ചപ്പുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വിശക്കുന്നു എന്നല്ലാട്ടോ അതിൻ്റെ അർത്ഥം. അവരൊരു കംഫർട്ട് ഫീൽ അവർക്ക് തോന്നാണ്ട് വരുന്ന സമയത്തും അവർ കൈ വായിൽ വെച്ചിട്ട് കൈ കുടിക്കാനോ കൈ ചപ്പലോ ചെയ്യും. പക്ഷെ എന്നും പറഞ്ഞ് നമ്മൾ ഫുൾ ടൈം അയ്യോ കൈ ചപ്പുന്നുണ്ടല്ലോ, അപ്പോൾ ഫീഡിങ് കഴിഞ്ഞു, അപ്പോൾ നമ്മൾ ഒരു അരമണിക്കൂർ ഫീഡ് ചെയ്തു, എന്നിട്ടും അവർ അയ്യോ കൈ വായിൽ വെച്ചല്ലോ അപ്പോൾ വിശപ്പ് മാറിയിട്ടില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഉദാഹരണമായിരുന്നു. അതിലൊന്നാമതായിട്ട് കുഞ്ഞ് വായിൽ കൈയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്, ഫീഡ് ചെയ്തിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ ഗ്യാപ്പിൽ കുഞ്ഞ് വായിലേക്ക് കൈയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു സിഗ്നലാണ്. പിന്നെ അതുപോലെ തന്നെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തപ്പുന്നുണ്ട്, അതായത് നമ്മൾ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ തപ്പും അവർ ഒന്നല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ നിപ്പിളിന് വേണ്ടി തപ്പണു അല്ലെങ്കിൽ കുപ്പിയുടെ നിപ്പിളിന് വേണ്ടി തപ്പണു. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് അതിന് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിശപ്പ് വന്ന് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ പാല് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബർപ്പിങ് ചെയ്യുക, അതായത് ഗ്യാസ് തട്ടിക്കളഞ്ഞതിന് ശേഷം മാത്രം പാല് കൊടുക്കുക. അത് പാല് കൊടുക്കണേക്കാട്ടും മുമ്പും വേണം, പാല് കൊടുത്ത് കഴിഞ്ഞിട്ടും വേണം. ഈ 2 സമയത്തും ഗ്യാസ് തട്ടിയതിന് ശേഷം മാത്രം കുഞ്ഞിനെ കിടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനി ഗ്യാസ് തട്ടിക്കളയുന്നതിന് പ്രത്യേകം പൊസിഷൻസൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. ഇനി രണ്ടാമത്തെ പോയിൻ്റ് നമുക്ക് വരുന്നത് ഉറക്കമാണ്, സ്ലീപ്പ്. കുഞ്ഞ് ഏകദേശം 14 മുതൽ 17 മണിക്കൂർ വരെ ഉറങ്ങും ഈ 2 മാസം പ്രായമുള്ള കുഞ്ഞ്. അപ്പോൾ കാണാൻ വരുന്ന ആൾക്കാരോ ഇനി ആരും പറയേണ്ട ആവശ്യമില്ല കുഞ്ഞ് ഏത് നേരം ഉറക്കമാണല്ലോ എന്ന്. കാരണം കുഞ്ഞ് ആകെ കൂടി 7 മണിക്കൂർ മാത്രം ഉണർന്നിരിക്കുള്ളൂ. ചിലപ്പോൾ അതിനേക്കാളും കൂടുതലുണ്ടാവാം. 17 മുതൽ 17 മണിക്കൂർ വരെ കുഞ്ഞ് ഉറങ്ങും. ചിലപ്പോൾ 14 മണിക്കൂർ ഉറങ്ങണ കൊച്ചായിരിക്കാം, നിങ്ങളുടെ അറിയില്ല. എന്നാലും അത് ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലും റുട്ടീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമായിട്ടുള്ള ഉറക്കം കുഞ്ഞിന് കിട്ടണം. അതായത് കുഞ്ഞിനെ എപ്പോഴും മലർത്തി കിടത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ പ്രസൻസിലാണെങ്കിൽ മാത്രം കമത്തി കിടത്തി ഉറക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ കട്ടിലോ അല്ലെങ്കിൽ തൊട്ടിലോ ഒന്നും തന്നെ കട്ടിയുള്ള ടോയ്സ് ഒന്നും വെക്കരുത്. കാരണം അവർ ചിലപ്പോൾ ഇങ്ങനെ എടുത്ത് മേത്തടിക്കാം, എന്നിട്ട് അവർക്ക് തന്നെ വേദന എടുക്കാം. പിന്നെ അതുപോലെ പുതപ്പുകളൊന്നും അങ്ങനെ അവരുടെ കൈ എത്തുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ തൊട്ടിലിൻ്റെ ഉള്ളിലോ ഒന്നും വെക്കരുത്. കാരണം അവർ മുഖത്തേക്ക് ഇട്ടിട്ട് ചിലപ്പോൾ അവർക്ക് ശ്വാസം കിട്ടാണ്ടാവാം. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. നമുക്കിനി മൂന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് ശുചിത്വമാണ്, അതായത് ഹൈജീനാണ്. ഇതിൽ ഒന്നാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് കുളിപ്പിക്കലാണ്. അതിൽ നമുക്ക് ഒന്നല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് കുളിപ്പിക്കാം, ഇല്ലെങ്കിൽ ഒന്നരാടെ ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം. പക്ഷേ ഇളം ചൂട് വെള്ളത്തിൽ മാത്രം കുളിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ വീര്യം കുറഞ്ഞ സോപ്പുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ അമ്മാസ് ഡയറി എന്നുള്ള ചാനലിൽ തന്നെ ഓൾറെഡി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഏത് സോപ്പാണ് നല്ലത്, ഞാൻ എൻ്റെ മോൾക്ക് യൂസ് ചെയ്തത് ഏത് സോപ്പാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളിതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഹൈജീനിൽ രണ്ടാമത്തെ പോയിൻ്റ് വരുന്നത് ഡയപ്പർ മാറ്റലാണ്. കുഞ്ഞിനെ നമ്മൾ ഡയപ്പർ കെട്ടിച്ചാണ് കിടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ ഡയപ്പർ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുക. ഡയപ്പർ നിറയുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡയപ്പറിലും ലൈൻ കാണുന്നുണ്ടാവും. അപ്പോൾ ഡയപ്പർ ഫുള്ളായി കഴിയുമ്പോൾ ഉള്ളിൽ ഫുള്ളായിട്ട് ആ പഞ്ഞിയൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ആ ലൈൻ ഫുള്ളായിട്ട് കളർ മാറി കാണും. അപ്പോൾ തന്നെ നിങ്ങൾ ഡയപ്പർ ചെക്ക് ചെയ്തിട്ട് അത് മാറ്റാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
പിന്നെ അതുപോലെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വെറ്റ് വൈപ്സ് കിട്ടും. വെറ്റ് വൈപ്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ഷോർട്ട് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ഏതാണ് നല്ലത് എന്ന്. അപ്പോൾ അതും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വെറ്റ് വൈപ്സോ ഇല്ലെങ്കിൽ നനഞ്ഞ തുണി എങ്ങാനും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഏരിയ ഒക്കെ ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത ഡയപ്പർ ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയുന്നതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയപ്പർ റാഷൊക്കെ വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും. നമുക്കിനി നാലാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് വളർച്ചയും വികസനവും, അതായത് ഡെവലപ്മെൻറ്റ്. 2 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കിയാലോ. ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ നിങ്ങളെ നോക്കി ചിരിക്കുകയും അതുപോലെ കാ, കീ, കൂ എന്നിങ്ങനത്തെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അവരോട് കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ സംസാരശേഷിയൊക്കെ വളരാനായിട്ട് അവരെ നല്ലപോലെ സഹായിക്കും. പിന്നെ ടമ്മി ടൈം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കുഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ കുറച്ച് നേരമെങ്കിലും കമത്തിക്കിടത്തി നിങ്ങൾ കുഞ്ഞിൻ്റെ ഒപ്പം ഇരുന്നിട്ട് കുഞ്ഞിൻ്റെ പേശികളൊക്കെ ബലം വയ്ക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നതായിരിക്കും. നമുക്കിനി 5ാമതായിട്ട് വരുന്നത് ആരോഗ്യവും പരിശോധനകളും, അതായത് ഹെൽത്ത് ആൻഡ് വാക്സിനേഷൻ. പ്രതിരോധ കുത്തിവയ്പ്പുകൾ 2ാമത്തെ മാസത്തിലുണ്ട്. അത് 2 മാസം തികയുമ്പോൾ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2 മാസം തികയണ സമയത്ത് നമ്മൾ എടുക്കുന്ന വാക്സിനുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻറ്റാവാലറ്റ്, പിന്നെ IPV, പിന്നെ റോട്ടാ വൈറസ് ആണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അത് എന്തിനാണ് എടുക്കണേ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരാം. പിന്നെ അടുത്തത് വൈറ്റമിൻ D നമ്മൾ കുഞ്ഞിന് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ പീഡിയാട്രിഷ്യൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളത് പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചെക്കപ്പിന് പോകുമ്പോൾ അങ്ങോട്ട് ചോദിക്കുക നമ്മൾ വൈറ്റമിൻ D കൊടുക്കണ്ടേ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അതിനനുസരിച്ചിട്ട് നമുക്ക് ഡ്രോപ്സ് ആയിട്ട് കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ഡെയിലി കൊടുക്കണം. അതെന്തിനാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ എന്താ പറയുക ബോൺസിൻ്റെ ഡെവലപ്മെൻറ്റിനും എല്ലാത്തിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡോക്ടർ ഇങ്ങോട്ട് എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കുക നമ്മൾ കുഞ്ഞിന് കൊടുക്കണ്ടേന്ന്. എന്നിട്ട് ഡ്രോപ്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കുക. ഇനി ഈ 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ നമ്മൾ ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് നമുക്ക് ഡോക്ടറെ കാണിക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഇനിയിപ്പോൾ കുഞ്ഞിന് ചൂടുണ്ട് അല്ലെങ്കിൽ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തെർമോമീറ്റർ വെച്ച് നോർമലി ടെമ്പറേച്ചർ നോക്കും. അപ്പോൾ 100.4 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 38 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പനി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 2ാമതായിട്ട് കുഞ്ഞ് തുടർച്ചയായിട്ട് പാല് കുടിച്ചതിന് ശേഷം ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ വയറിളക്കം ഉണ്ടാവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വയറ്റിൽ നിന്ന് ഇളകി പോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓക്കെ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഒരടുപ്പിച്ച് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആദ്യം ഇപ്പോൾ പോയി, പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയി, അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും പോയി, അങ്ങനെയൊക്കെ ഉണ്ടാവാമെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ഒന്ന് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം, കുഞ്ഞ് ഭയങ്കര ടയേർഡാണ്, ഇപ്പോൾ ഇന്നലെ വരെ നല്ല ആക്റ്റീവായിരുന്നു, നല്ല പാലൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഉണർന്നിരിക്കുന്ന സമയത്ത് നല്ല കളിയും അതുപോലെ നമ്മൾ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വർത്തമാനം പറയുമ്പോഴൊക്കെ റെസ്പോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുഞ്ഞ് ഭയങ്കരമായിട്ട് തളർന്നിരിക്കുകയാണ്, ഭയങ്കര ടയേർഡാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ 2ാമത്തെ മാസത്തിൽ കുഞ്ഞിനെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. താങ്ക്